ചുങ്കത്തറ മുട്ടിക്കടവിൽ കാട്ടാനയാക്രമണത്തിൽ വ്യാപക കൃഷിനാശം. ജനവാസ കേന്ദ്രത്തിലൂടെ നടന്നു നീങ്ങിയ ഒറ്റയാൻ വീട്ടുമുറ്റത്ത് വലിച്ചു കിട്ടിയ പ്ലാസ്റ്റിക് ഷീറ്റും നശിപ്പിച്ചാണ് മടങ്ങിയത്. കഴിഞ്ഞ ഒരാഴ്ചയായി മുട്ടിക്കടവ് മുപ്പാലിപ്പൊട്ടി ഭാഗങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷമാണ്. ചുങ്കത്തറ മുട്ടിക്കടവ് തറയത്ത് ജോസ് ജോർജ്, പുലിപ്രത്തുണ്ടിൽ ആൻസൺ എന്നിവരുടെ കൃഷിയിടത്തിലെ വാഴ, കമുങ്ങ്, തെങ്ങ് എന്നിവയാണ് കാട്ടാന നശിപ്പിച്ചത്. അപ്പോൾ ഇവിടെ ജീവിക്കാൻ വയ്യാത്ത ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനായിട്ടുള്ളത്, ഈ പ്രദേശത്തെ ആൾക്കാർ ഒത്തുകൂടി നമുക്കിതിന് എതിരായിട്ട് എന്തെങ്കിലും ഒരു നിയമ നടപടികളോ അല്ലെങ്കിൽ നമുക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു പരാതി കൊടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് സാധിക്കണം. ഇരുവരും ചേർന്ന് കൂട്ടായി നടത്തുന്ന കൃഷിയിലെ കുലച്ചതും കുലയ്ക്കാറായതുമായ 50ഓളം വാഴകളാണ് നശിപ്പിച്ചത്. കൃഷിയിടത്തിന് ചുറ്റും സ്ഥാപിച്ച കമ്പിവേലിയും കാലും തകർത്താണ് ആന തോട്ടത്തിൽ കടന്നത്. തുടർന്ന് സമീപവാസിയുടെ വീട്ടുമുറ്റത്തെത്തിയ കൊമ്പൻ അവിടെ വലിച്ചുകെട്ടിയ പ്ലാസ്റ്റിക് ഷീറ്റും നശിപ്പിച്ച് തൊട്ടടുത്ത വീട്ടുപരിസരത്തുകൂടെ നടന്നു പോവുകയായിരുന്നു എന്ന് പ്രദേശവാസികൾ പറഞ്ഞു. 9 മണിക്ക് ശേഷം പോലും ഇവിടെ ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയായിട്ട് മാറിയിരിക്കുകയാണ്. ഞാനൊരു പണിക്ക് പോകുന്ന വ്യക്തിയാണ്. ഞാൻ വിട്ടു നിന്ന് എൻ്റെ വീട്ടിലെ കുടുംബങ്ങൾ എങ്ങനെ ജീവിക്കും? അവർക്കൊന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത ഒരവസ്ഥയായി. ഇന്നലെ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വന്നിട്ടാണ് എൻ്റെ ഷീറ്റ് കംപ്ലീറ്റ് അത് തട്ടിയിട്ടേച്ച് പോയി. എൻ്റെ വണ്ടി എവിടെ ഉണ്ടായിരുന്നത് അതൊന്നും ചെയ്തില്ല. എങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങും രാത്രി? ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണണം. കഴിഞ്ഞ ഒരാഴ്ചയായി മുട്ടിക്കടവ്, മുപ്പാലിപ്പൊട്ടി എന്നിവിടങ്ങളിൽ കാട്ടാനശല്യം രൂക്ഷമാണ്. വള്ളുവശ്ശേരി വനത്തിൽ നിന്നുമാണ് കാട്ടാനകൾ പുന്നപ്പുഴ കടന്ന് ഈ ഭാഗങ്ങളിലേക്ക് എത്തുന്നത്. ചക്കക്കാലമായതിനാൽ കാട്ടാനകൾ നിത്യേന കൃഷിയിടത്തിലിറങ്ങി നാശം വിതയ്ക്കുന്നതും പതിവാണ്. കാട്ടാനകളെ തടയാൻ വനം വകുപ്പ് അധികൃതർ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് ജോസ് ജോർജ് പറയുന്നു. കേരള വിഷൻ, നിലമ്പൂർ.